താര കല്യാണം അമ്മ സുബലക്ഷ്മിയും മകൾ സൗഭാഗ്യ വെങ്കടേഷും കൊച്ചുമകൾ സുദർശനയുമൊക്കെ യൂട്യൂബ് പ്രേക്ഷകർക്കും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവരാണ്. അച്ഛൻ രാജാറാമിൻ്റെ മരണവും മുത്തശ്ശി സുബലക്ഷ്മിയുടെ മരണവും താര കല്യാണിൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടതുമെല്ലാം കുടുംബത്തെ തളർത്തിയിരുന്നു. ചക്കപ്പഴം സീരിയലിലൂടെ സുപരിചിതനാണ് സൗഭാഗ്യയുടെ ഭർത്താവ് അർജുൻ സോമശേഖരൻ. സുധാപ്പു എന്ന് വിളിക്കുന്ന സൗഭാഗ്യയുടെ മകൾ സുദർശനയുടെ അസുഖ വിവരങ്ങളാണ് ഇപ്പോൾ സൗഭാഗ്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടത്. 2.5 വയസ്സ് മാത്രമുള്ള സുധാപ്പുവിൻ്റെ കയ്യിൽ ക്യാനുല ഇട്ടിരിക്കുന്നതും ഇഞ്ചക്ഷനും ഡ്രിപ്പും ഒക്കെ ഇടുന്നതിൻ്റെ ഫോട്ടോസൊക്കെയാണ് സൗഭാഗ്യ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തത്. ആശുപത്രിയിൽ അഡ്മിറ്റായ പൂവ് പക്ഷേ വളരെ സന്തോഷത്തിലാണ്. സാധാരണ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കരയുന്ന കുട്ടികളെ പോലെയല്ല, മറിച്ച് കയ്യിലെ വലിയ കെട്ടും ക്യാനുലയും ഒക്കെ കാണിച്ച് ചിരിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് സൗഭാഗ്യയുടെ കൊച്ചു ബേബി. എന്താണ് കുഞ്ഞിന് സംഭവിച്ചതെന്നും കൈയൊടിഞ്ഞതാണോ എന്നിങ്ങനെ പല ചോദ്യങ്ങൾ പ്രേക്ഷകർ ചോദിച്ചിരുന്നു. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിച്ച് കുഞ്ഞിന് ഫുഡ് പോയ്സൺ ആയതിനെ തുടർന്നാണ് ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയത്. അടുത്തിടെ നടത്തിയ കന്യാകുമാരി യാത്രയിൽ സംഭവിച്ചതാണ് ഇത്. ഛർദിലും ലൂസ് മോഷനും പനിയും ഉണ്ടായതിനെ തുടർന്നാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില ഹോസ്പിറ്റൽ ദിവസങ്ങളായിരുന്നു ഇതെന്നും കന്യാകുമാരി യാത്രയിൽ കിട്ടിയ സന്തോഷം മുഴുവൻ പോയി എന്നും സൗഭാഗ്യ പറയുന്നു. സുദർശനയുടെ ആരോഗ്യം ഇപ്പോൾ മെച്ചപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കുന്നത് തൻ്റെ മകളെ ശീലിപ്പിച്ചുവെന്നും ഇപ്പോൾ 1 മാസമായി മകൾ 5 മണിക്കാണ് എഴുന്നേൽക്കുന്നതെന്നും സൗഭാഗ്യ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു. ഈ വീഡിയോ കണ്ട് കുഞ്ഞിന് കണ്ണ് തട്ടിയതാവുമെന്നും പുറത്തെ ഭക്ഷണം ഇത്ര ചെറിയ കുട്ടിക്ക് കൊടുക്കരുതെന്നും പ്രേക്ഷകർ പറയുന്നു.